പ്രശസ്ത ചരിത്രകാരനും ഇതിഹാസ നായകനും കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ചരിത്ര അവബോധവും ശാസ്ത്രബോധവുമൊക്കെയുള്ള നമ്മുടെ രവിചന്ദ്രൻ ശാസ്ത്രജ്ഞൻ്റേതായ ഒരു കാർഡ് സാമൂഹ്യ മാധ്യമത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഇറാന് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് അമേരിക്ക സമ്മതിച്ചെങ്കിൽ ഇറാന് നഷ്ടം സംഭവിച്ചു എന്നല്ലേ അർത്ഥം? അങ്ങനെ നോക്കിയാൽ ജയിച്ചത് അമേരിക്കയല്ലേ എന്നതാണ് പുള്ളിയുടെ ചോദ്യം. സംഗതി പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് കണ്ടണം മുതൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതുവരെ അദ്ദേഹം എവിടെയെങ്കിലും ബോധ്യമായ രീതിയിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടിട്ടില്ല. സംഗതി പുള്ളി പറയുന്ന സാധാരണ ഒരു യുക്തിപരമായ സംഗതിയിലുള്ള ഒരു ചോദ്യമാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ മനോഹരമായൊരു സെൻറ്റൻസാണ്. ഒന്നുകിൽ ഈ സെൻറ്റൻസ് പുള്ളിക്ക് മാത്രമേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ ഇതുപോലൊരു സെൻറ്റൻസ് പുള്ളിയെ നന്നായി അറിയാവുന്ന പുള്ളിയുടെ കുടുംബത്തിൽപ്പെട്ടവരോ കൂടെ നടക്കുന്നവരോ ആയ ആരോ ഉണ്ടാക്കിയതായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഒട്ടുമിക്ക കാര്യങ്ങളിലും സമാനമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള വലിയൊരു ചരിത്രകാരനാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയോടിപ്പോൾ പശ്ചിമേഷ്യയിലെ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറഞ്ഞാൽ പുള്ളി ഉറപ്പായും ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്ന വാക്ക് എവിടെയെങ്കിലും ഗൂഗിളിലിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ആപ്പിലിട്ടോ കണ്ടുപിടിച്ചിട്ട് നഷ്ടപരിഹാരത്തിൻ്റെ മീനിങ് എന്താണ്, നഷ്ടപരിഹാരം ആർക്കാണ് കൊടുക്കുന്നത്, നഷ്ടമെന്നാൽ എന്താണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി വ്യാഖ്യാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. എന്തുകൊണ്ടായിരിക്കാം പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാൻ ചില കാരണങ്ങളുണ്ട്. അതിൽ ചരിത്രപരമായി അദ്ദേഹം ഇതുപോലെയുള്ള സമാനമായ സന്നിഗ്ധ ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകളിൽ ഒന്നാണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അങ്ങ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ രവിചന്ദ്രൻ പറഞ്ഞിട്ടുള്ള വളരെ പ്രശസ്തമായ വാചകം. അത് വേറൊന്നുമല്ല, അന്ന് എല്ലാ മനുഷ്യരാകെയും ആ ഒരു പ്രവൃത്തി വല്ലാത്ത ദുരന്തമായി, മനുഷ്യരാശിയുടെ ഒരു ദുരന്തമായി കാണുമ്പോഴാണ് പുള്ളി അതിനെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ഒരു ബോംബ് ഇട്ടതുകൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധം തീർന്നത്. ഇല്ലെങ്കിൽ അത് നീണ്ടു നിന്ന് അതിനേക്കാൾ ഒത്തിരി ആളുകൾ മരിക്കുമായിരുന്നു. അതുകൊണ്ട് ആ ആറ്റം ബോംബ്, അണുബോംബിട്ട് അത്രയും ജനങ്ങളെ കൊന്നതും തലമുറകളോളം ഈ നശിപ്പിക്കപ്പെട്ടതുമെല്ലാം ഒരു അമേരിക്കൻ നന്മയുടെ ഭാഗമായി വേണം കാണാൻ. അതുണ്ടാക്കിയ ഒരു വലിയ പോസിറ്റിവിറ്റി നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് എന്ന് ബഹുമാനപ്പെട്ടവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ സംബന്ധിച്ച് എല്ലാവർക്കും ഈ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഉണ്ടാക്കിയ ദുരന്തത്തെക്കുറിച്ച്, കൊളോണിയലിസത്തെക്കുറിച്ച് ഒക്കെ മുമ്പുണ്ടായതിനേക്കാൾ കൃത്യമായ ധാരണയും ചർച്ചയും ഇന്നുണ്ട്. കൃത്രിമമായ ക്ഷാമമുണ്ടാക്കി ബംഗാൾ ഫെമൈൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മനുഷ്യർ പട്ടിണി കിടന്ന് മരിച്ച സംഗതികളൊക്കെ ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ടവർ അതിനെ ഒന്ന് വെള്ളപൂശി അതുകൊണ്ട് ഇന്ത്യയിലുണ്ടായ ചില ഗുണങ്ങളുടെ പട്ടികകൾ നിരത്തി ഇത്തരം സംഗതികളെയൊക്കെ പൂശി വിടുന്നൊരാശാനാണ് രവിചന്ദ്രൻ ആശാൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായി ഇപ്പോഴും നിലനിൽക്കുന്ന വിശകലനങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ ഫലസ്തീൻ ചരിത്രം. അത് യഥാർത്ഥത്തിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ അനാലിസിസിന് വിധേയമാക്കേണ്ട, ഒരു ജനതയുടെ അവകാശവുമായി ബന്ധപ്പെട്ട, കുടിയിറക്കലുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ വസ്തുക്കളെ രവിചന്ദ്രൻ എപ്പോഴും കാണുന്നത് ഒരു ഇസ്ലാമോഫോബിയ ആംഗിളിലാണ്. അതായത് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, മുസ്ലിങ്ങൾ ഭീകരരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുടിയിറക്കലിനെയും പീഡനങ്ങളെയും ഒക്കെ അവഗണിച്ച് അതൊരു മതപരമായ തർക്കം മാത്രമാക്കിയാണ് സാക്ഷാൽ രവിചന്ദ്രൻ ദൈവം ഈ പറഞ്ഞതുപോലെ ആക്രമിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സോവിയറ്റ് യൂണിയൻ്റെയും ചൈനയുടെയും ഒക്കെ കഥ പറയുമ്പോൾ അവിടെ കമ്മ്യൂണിസത്തെയും ചരിത്രത്തെയും തീവ്രമായി വിമർശിക്കുന്ന ആളാണ് അദ്ദേഹം. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം ആ നാട്ടിലുണ്ടായ പുരോഗതിയുടെ അളവുകോൽ വെച്ച് അത്തരം സംഗതികളെ ലഘൂകരിച്ച് കാണുന്നൊരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം. നമ്മുടെ ചെങ്കിസ് ഖാൻ്റെ അളിയനാണ്. പിന്നെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ്റെ ഉപജ്ഞാതാവാണ്. പിന്നെ ഇതിലെല്ലാം ഉപരി സാക്ഷാൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്ന ആ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരൻ, അയാൾ നടന്നു പോകുമ്പോൾ അയാളുടെ കാതിലിട്ട കടുക്കൻ്റെ കിലുക്കത്തെക്കുറിച്ച് വളരെ മനോഹരമായി രവിചന്ദ്രൻ അവതരിപ്പിച്ച ഒരുപാട് സംഭാഷണ ശകലങ്ങൾ കിടക്കുന്നതുകൊണ്ട് നഷ്ടപരിഹാരത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇതും പറയും, ഇതിനപ്പുറവും പറയും.